അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സക്കീർ മുത്തു. ഞാനിന്നൊരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. പല ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ്. അൽഹംദുലില്ലാഹ്, ഞാനിന്ന് ഉംറ ചെയ്തിരുന്നു. അതിൻ്റെ ഫോട്ടോസ് കണ്ട് പല ആളുകളും എങ്ങനെയാണ് പെർമിറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിവില്ലാത്ത ആളുകൾക്ക്, അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് വേണ്ടത്, നമ്മൾ ഇതിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾ അബ്ശർ രജിസ്റ്റർ ചെയ്ത ആളായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ. ഒരുവിധം ആളുകൾ, സൗദിയിലുള്ള ഒരുവിധം പ്രവാസികളൊക്കെ അബ്ശർ രജിസ്റ്റർ ചെയ്ത ആളുകളായിരിക്കും. പല കാര്യത്തിനും അബ്ശർ നിർബന്ധമായതുകൊണ്ട് അബ്ശർ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. രണ്ടാമതായിട്ട് ഇതിൽ വേണ്ടത്, കൊറോണ കാലത്ത്, COVID-19 കാലത്ത് മിനിസ്റ്ററി ഹെൽത്ത് പുറത്തിറക്കിയ തവക്കൽന ആപ്പാണ് ഇതിൽ രണ്ടാമതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിൽ തവക്കൽന COVID-19 കേസ് എന്ന ആപ്പ് ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ ഇഖാമ ID നമ്പർ കൊടുത്ത ശേഷം അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി, ഉത്തരം നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടേത് ഗ്രീൻ സിഗ്നൽ ആയിരിക്കും. നിലവിൽ മുമ്പ് കൊറോണ ഉണ്ടായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ ഗ്രീൻ സിഗ്നൽ ആവാൻ സാധ്യത വളരെ ചുരുക്കമാണ്. ഏതായാലും ഗ്രീൻ സിഗ്നൽ ആളുകൾക്ക് മാത്രമാണ് മൂന്നാമത്തെ കടമ്പയായിട്ടുള്ള എത്തിമർണ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് പെർമിറ്റ് എടുക്കേണ്ട ആപ്പ് എന്ന് പറയുന്നത് എത്തിമർണ ആപ്പാണ്. നിലവിൽ ഗ്രീൻ സിഗ്നൽ അല്ലാത്ത ആളുകളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രീൻ സിഗ്നൽ ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും മൂന്നാമത്തെ കടമ്പ, അതാണ് പ്രധാനമായിട്ടുള്ളത്. എത്തിമർണ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതാണ് നമ്മുടെ പെർമിറ്റ് എടുക്കേണ്ട ആപ്പ്. ആ ആപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഹോം പേജ് ഇങ്ങനെ വരും. ആ ഹോം പേജിൽ ഉംറ, അതുപോലെ തന്നെ പ്രൈം ദ ഗ്രാൻഡ് മോസ്ക്, അതായത് മദീന സിയാറത്തിനേക്കുള്ള പെർമിറ്റ്, അത്തരം രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഉംറ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഉംറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ കൊടുത്ത ആളുടെ പേര് അതിൽ കാണിക്കും. അതിന് ശേഷം നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ ആഡ് കമ്പാനികളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 4 പേരാണ്, 5 പേരാണെങ്കിൽ 5 പേരുടെ ഇഖാമ നമ്പർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതേപോലെ, ഞാനിപ്പോൾ 4 പേരായിരുന്നു ഞങ്ങൾ മുമ്പ് പോയിരുന്നത്. അപ്പോൾ അതാണ് 4 പേര് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകാമെന്നുണ്ടെങ്കിൽ ആഡ് കമ്പാനികളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സിറ്റിസൺ റെസിഡൻസ് ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം അവരുടെ ID നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. അത്ര പണിയുള്ളൂ. അതിനുശേഷം നമ്മളെ ഈ പേജിൽ ഇങ്ങനെ നമ്മൾ 5 പേരുതാണെങ്കിൽ 5 പേരുടെ പേര് ഇതേപോലെ കാണിക്കും. ആ പേര് നേരെയുള്ള കള്ളിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകൾ അതിൽ കാണിക്കും. അതിൽ നമുക്ക് എന്താണോ സൗകര്യപ്പെടുന്ന ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കാണിക്കും. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടൈം 3 മണിക്കൂറാണ് ഒരാൾക്ക് അലോട്ട് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ 3 മണിക്കൂർ നമ്മൾ സെലക്ട് ചെയ്യുക. ടൈം നമ്മളതിൽ കാണിച്ചിരിക്കുന്ന ടൈം നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർമിറ്റ് അലോട്ടഡ് ആവും. അതിനുശേഷം നമ്മൾ താഴത്തുള്ള പെർമിറ്റ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് പെർമിറ്റിൽ നമ്മളെ പെർമിറ്റ് കാണിക്കും. എൻ്റേത് ഓൾറെഡി പാസ്ഡ് പെർമിറ്റാണ്. അതായത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം എൻ്റേത് പാസ്ഡ് പെർമിറ്റാണ് കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർമിറ്റ് നമ്പർ, ബുക്കിംഗ് നമ്പർ, അതുപോലെ ബാർകോഡ്, മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കും. സമയം, ഡേറ്റ് ഒക്കെ അതിൽ കാണിക്കും. അത്രയേ ഉള്ളൂ. അത് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പോരുന്ന ആളുകളുടെ ഒക്കെ അതിൽ ബുക്കിംഗ് നമ്പറും പെർമിറ്റ് നമ്പറും ഒക്കെ അതിൽ കാണിക്കും. ഏതായാലും സൗദിയിലുള്ള ആളുകളൊക്കെ, പറ്റുന്ന ആളുകളൊക്കെ മാക്സിമം അതിൽ പെർമിറ്റ് എടുത്ത് ഉംറ ചെയ്യുക. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ നമ്മുടെ മൊത്തം പ്രവാസികളെ, നമ്മുടെ നാടിനെയൊക്കെ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.